നമസ്കാരം. കോർപ്പറേറ്റ് ജിഹാദ്, ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഫെർട്ടിലൈസർ ജിഹാദ്, ഫ്ലഡ് ജിഹാദ് അടക്കമുള്ള 100,000 ഉള്ളതുമില്ലാത്തതുമായ ജിഹാദുകളുടെ വാർത്തകൾ കേട്ട് പകച്ചുപോയി ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് ഒരു പുതിയ ജിഹാദ് കൂടി കടന്നു വന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT സേവനദാതാവായ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ നാസിക് ഓഫീസിൽ നടന്ന ആസൂത്രിത മതപരിവർത്തന ശ്രമങ്ങൾ കോർപ്പറേറ്റ് ജിഹാദ് എന്ന ഗൗരവകരമായ ചർച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്നാണ് ഇന്ത്യ ടുഡേ എഴുതുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെയും നവീനമായ തൊഴിൽ സംസ്കാരത്തിൻ്റെയും ആഗോള അടയാളങ്ങളാണ് നമ്മുടെ IT കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ. ജാതിക്ക് മതത്തിനും അതീതമായി പ്രൊഫഷണലിസത്തിന് മാത്രം മുൻഗണന നൽകുന്ന ഈ ഇടനാഴികളിൽ നിന്നും അടുത്തിടെ പുറത്തു വന്ന വാർത്തകൾ രാജ്യത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. കേവലം ഒറ്റപ്പെട്ട സംഭവം എന്നതിലുപരി കോർപ്പറേറ്റ് സുരക്ഷയെയും തൊഴിൽ സംസ്കാരത്തെയും ബാധിക്കുന്ന ഒരു വലിയ ശൃംഖല ഇതിന് പിന്നിലുണ്ടോ എന്ന ചോദ്യം ഇതോടെ പ്രസക്തമായിരിക്കുകയാണ്. പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ മതപരിവർത്തനത്തിൻ്റെ വലക്കണ്ണികൾ നീളുന്നത് വിദേശ രാജ്യങ്ങളിലേക്കാണെന്നും വ്യക്തമായി. വൈറ്റ് കോളർ ടെററിസത്തിന് ശേഷം രാജ്യം നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണോ ഈ കോർപ്പറേറ്റ് ജിഹാദും എന്ന സംശയം ഉയരുകയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള രണ്ടാമത്തെ കമ്പനിയാണ് TCS. സത്യത്തിനും നീതിക്കും വേണ്ടി എന്നും നിലകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് ലോബിയിങ്ങിനായി പണം കൊടുക്കില്ല എന്ന് തീരുമാനിച്ച സാക്ഷാൽ ടാറ്റ ഗ്രൂപ്പിൻ്റേതാണ് ഈ കമ്പനി. 1968 JRD ടാറ്റയുടെ നിർദ്ദേശപ്രകാരമാണ് FC കോഹ്ലി ഇതിന് നേതൃത്വം നൽകിയത്. മുംബൈയാണ് കമ്പനിയുടെ ആസ്ഥാനം. ലോകമെമ്പാടുമായി ഏകദേശം 6 ലക്ഷത്തിലധികം ജീവനക്കാർ TCSൽ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്വകാര്യ തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണിത്. 50ലധികം രാജ്യങ്ങളിൽ TCSന് ഓഫീസുകളുമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ IT ബ്രാൻഡുകളുടെ പട്ടികയിൽ മുൻനിരയിലാണ് ഈ കമ്പനി. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസ്, ഇൻഷുറൻസ്, റീറ്റെയിൽ, കമ്മ്യൂണിക്കേഷൻ, മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലകളിൽ സോഫ്റ്റ്വെയർ സേവനങ്ങളും കൺസൾട്ടിങ്ങും ഇത് നൽകുന്നു. ടാറ്റ ഗ്രൂപ്പിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം നൽകുന്ന ക്യാഷ് കൗ ആയിട്ടാണ് TCS അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒരു ലോകോത്തര സ്ഥാപനത്തിൽ ഇതുപോലെ ഒരു നാണക്കേട് ഉണ്ടാവുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ TCS ഈ ആരോപണങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ലോകത്ത് വൈറ്റ് കോളർ ഭീകരവാദത്തിൻ്റെ ഏറ്റവും വലിയ ഇരയായി മാറാൻ സാധ്യതയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നമ്മുടെ ചാരസംഘടനയായ റോയും NIAയും ഈ നെറ്റ്വർക്ക് പൊളിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ പാകിസ്ഥാൻ മുതൽ ഖത്തർ വരെ നീണ്ടുകിടക്കുന്ന വലിയൊരു സാമ്പത്തിക നെറ്റ്വർക്കിൻ്റെ ഭാഗമായി വരുന്ന ഈ റാക്കറ്റ് നിലനിന്നു. രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം ശരിക്കും വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഒരു സാമ്പിൾ മാത്രമായിരുന്നു. കൃത്യമായ ഇടപെടലിലൂടെ അതിലും വലുത് തടയാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കുകയും ചെയ്തു. ഈ വൈറ്റ് കോളറിന് പിന്നാലെയാണ് കോർപ്പറേറ്റ് ജിഹാദ് ആരോപണവും നിലനിൽക്കുന്നത്. നേരത്തെയും കോർപ്പറേറ്റ് ജിഹാദ് എന്ന പേരിൽ അല്ലെങ്കിൽ സമാനമായ ആരോപണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതും മറന്നുകൂടാ. പ്രമുഖ കോർപ്പറേറ്റ് ബ്രാൻഡുകൾ, അതായത് ഉദാഹരണത്തിന് ഹിമാലയ, ടാറ്റ, റിലയൻസ് തുടങ്ങിയവ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഹലാൽ സർട്ടിഫിക്കേഷൻ നേടുന്നത് സാമ്പത്തിക ജിഹാദിന്റെ ഭാഗമാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഹലാൽ സാമ്പത്തിക വ്യവസ്ഥ വളർത്താൻ കോർപ്പറേറ്റുകൾ കൂട്ടുനിൽക്കുന്നു എന്നതായിരുന്നു അന്നത്തെ പ്രധാന പ്രചാരണം. ഇന്ത്യയിൽ ഇത്തരം ചർച്ചകൾ പുതിയതാണെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം നീക്കങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിലെ സർക്കാർ സ്കൂളുകൾ ആസൂത്രിതമായി പിടിച്ചെടുക്കാൻ ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ നീക്കം പൊളിച്ച ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ് ഇതിന് വലിയൊരു ഉദാഹരണമാണ്. 2013-2014 കാലഘട്ടത്തിൽ ബർമിംഗ്ഹാമിലെ സർക്കാർ സ്കൂളുകൾ ആസൂത്രിതമായി പിടിച്ചെടുക്കാനും അവിടെ തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനും ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ച് ഒരു അജ്ഞാത കത്ത് അധികൃതർക്ക് ലഭിക്കുകയുണ്ടായി. ബ്രിട്ടീഷ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും പോലീസിൻ്റെയും അന്വേഷണത്തിൽ സ്കൂളുകളിൽ പെൺകുട്ടികളെ മാറ്റി നിർത്തുക, പാഠ്യപദ്ധതിയിൽ മതപരമായ മാറ്റങ്ങൾ വരുത്തുക, അധ്യാപകരെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ പ്രവണതകൾ അന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് 5 സ്കൂളുകളുടെ നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കുകയും സിലബസിൽ മാറ്റങ്ങൾ വരുത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നീട് UK അധികൃതർ നടത്തിയ നിരവധി അന്വേഷണത്തിൽ ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ഗ്രൂമിംഗ് ഗ്യാങ്ങുകളെ കണ്ടെത്തിയിരുന്നു. പല വിദേശ രാജ്യങ്ങളിലും അക്രമരഹിതമായ രീതിയിലൂടെ വിദ്യാഭ്യാസത്തിലൂടെയും ഭരണപരമായ സ്വാധീനത്തിലൂടെയും ഇസ്ലാമിക നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് ലണ്ടനിലെ ICR, അതായത് ഇന്റർനാഷണൽ സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് റാഡിക്കലൈസേഷൻ പോലുള്ള സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2014 ബ്രിട്ടനിലെ സിഖ് പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് ആസൂത്രിതമായ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് UKയിലെ സിഖ് കൗൺസിലും പരാതിപ്പെട്ടിരുന്നു. ഇന്ന് ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള വിദേശ രാജ്യങ്ങൾ ഏറെയും ഇസ്ലാമൈസേഷൻ്റെ വിത്തുകൾ മുളയിലേ നുള്ളാൻ ശ്രമിക്കുന്നുണ്ട്. TCS സംഭവത്തിന് സമാനമായ സംഭവങ്ങൾ ഒഴിവാക്കാൻ ബ്രിട്ടനിലെ പല വലിയ കോർപ്പറേറ്റ് കമ്പനികളും പ്രിവെന്റ് തത്വങ്ങൾ തങ്ങളുടെ HR പോളിസികളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓഫീസിനുള്ളിലെ മതപരമായ സമ്മർദ്ദങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പ്രത്യേക സംവിധാനങ്ങൾ അവിടെയുണ്ട്. അതിലൂടെ ജോലി സ്ഥലത്ത് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നത് കർശനമായി നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു കമ്പനിയുടെ ആഭ്യന്തര സുരക്ഷ എന്നത് ഡാറ്റ സുരക്ഷയിൽ മാത്രം ഒരു പരിമിതപ്പെടുന്നതല്ല എന്നാണ് TCS സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.